മകന് നീതി തേടി തൃശൂർ വള്ളത്തോൾ നഗറിൽ നിന്ന് കാൽനടയായി ശബരിമല ദർശനം നടത്തുകയാണ് ഒരച്ഛൻ. സ്കൂളിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ 4ാം ക്ലാസ്സുകാരനായ തന്റെ മകന് വേണ്ടിയാണ് വെട്ടിക്കാട്ടിരി താഴപ്ര സ്വദേശിയായ സുനിലിന്റെ വേറിട്ട ശബരിമല യാത്ര. വ്രതമെടുത്ത് കറുപ്പുമുടുത്ത് ഇരുമുടിക്കെട്ടുമായി മാത്രമല്ല സുനിലിന്റെ ശബരിമല യാത്ര. മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പ്ലക്കാർഡുമുണ്ട് കയ്യിൽ. വെട്ടിക്കാട്ടിരി SNLP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സുനിലിന്റെ മകൻ ഷാമിൽ. 2025 ജൂൺ 11 ക്ലാസ് മുറിയിൽ തെന്നി വീണ് ഷാമിലിന് ഗുരുതര പരിക്ക് പറ്റി. ദിവസങ്ങളോളം മഴ പെയ്ത് ചോർന്നൊലിച്ച ക്ലാസ് റൂമിൽ വഴുക്കി വീണിട്ട് സ്പോട്ടിൽ മോൻ്റെ 2 പല്ല് പോയി, 4 പല്ലുകൾ പകുതി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രീറ്റ്മെൻറ്റ് നോക്കിയെന്ന് ഡോക്ടർമാർ പറഞ്ഞു വെച്ചാൽ മോന് ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയാണ്. കാരണം വെച്ചാൽ ഒരു 10-30 വയസ്സാകുമ്പോഴത്തേക്ക് മോൻ്റെ ഒരുവിധം എല്ലാ പല്ലുകളും പൊട്ടിയും പൊഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞിരിക്കണം. പക്ഷെ 10-30 വയസ്സ് പറഞ്ഞിട്ട് പോലും ഇപ്പം ഈ ഒരു 8 മാസം ആകുമ്പോഴത്തേക്ക് മോൻ്റെ 2 പല്ലും കൂടി പോകാൻ നിൽക്കുകയാണ്. ചികിത്സ ഉറപ്പാക്കാമെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പ് നൽകി. എന്നാൽ ചികിത്സാ ചെലവേറുമെന്ന് കണ്ടതോടെ സ്കൂൾ അധികൃതർ പിന്നോക്കം പോയെന്ന് സുനിൽ പറയുന്നു. സ്കൂളുകാർ ആദ്യമൊക്കെ ഞങ്ങളോട് സഹകരിച്ചിട്ട് പിന്നീട് പൈസ ചെലവാകുന്നു കണ്ടപ്പം അവർ ഇത് ട്രീറ്റ്മെൻറ്റിൽ നിന്ന് പിന്മാറി. സ്കൂളുകാർ പറയുന്നത് താൻ വേണേൽ കേസിന് വെക്കുമെന്നാണ് പറയുന്നത്. കേസ് നടത്താൻ പറ്റിയൊരു അവസ്ഥയിലല്ല ഞാനുള്ളത്. കാരണം കേസ് നടത്താൻ പറ്റിയ അത്രയും പൈസ കാര്യങ്ങളൊന്നും എനിക്കില്ല. മകന്റെ ചികിത്സ എന്ന ആവശ്യം മാത്രം മുന്നോട്ട് വെച്ച് നിരന്തരം സ്കൂൾ അധികൃതരെ സമീപിച്ചപ്പോൾ നിരവധി ആരോപണങ്ങൾക്കും വിധേയനാകേണ്ടിയും വന്നു. 20,000 രൂപയുടെ ട്രീറ്റ്മെന്റിന് 1,71,500 രൂപയുടെ ബില്ലുമായി ചെന്നിട്ട് അത് അന്ന് കിട്ടിയില്ലെങ്കിൽ 50 ലക്ഷം രൂപ എനിക്ക് നഷ്ടപരിഹാരം തരണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. തെറ്റായൊരു കാര്യമാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ അവിടെ LKG UKG പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ കയ്യിലാണ് ആ ബില്ല് കൊടുത്തിട്ടുള്ളത്. എനിക്ക് വേറൊരു കോപ്പിയാണ് തന്നിട്ടുള്ളത്. ആ കോപ്പി എടുത്ത് പിടിച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോയതെന്ന് പറയുന്നത്. സ്കൂൾ അധികൃതർ നിസ്സംഗത തുടരുന്നതിനാൽ മകന് ചികിത്സ ഉറപ്പാക്കാൻ വകുപ്പും സർക്കാരും ഇടപെടണമെന്നാണ് സുനിലിന്റെ ആവശ്യം. ഇപ്പം മോൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. എൻ്റെ ആവശ്യം കുട്ടിയുടെ ചികിത്സയാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് എവിടെ നിന്നും ഒരു നീതി കിട്ടിയില്ല. അപ്പോൾ എൻ്റെ മോന് നീതി കിട്ടണം എന്നുള്ള ഒരു ഇതിലാണ് ഞാനിപ്പോൾ ഈ ഒരു യാത്ര നടത്തിക്കൊണ്ടിരുന്നത്. യാത്ര തൃശ്ശൂരിലെത്തിയപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കാണാനും നിവേദനം നൽകാനും അവസരം ലഭിച്ചു. ഇടപെടൽ ഉറപ്പു നൽകിയ മന്ത്രി തുടർ നടപടികൾക്ക് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകി. കൂടാതെ മനുഷ്യാവകാശ സംഘടനയും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് സുനിലിന്റെ ശബരിമല യാത്ര. നിലവിൽ കുട്ടി തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയിലാണ്. TCV തൃശൂർ.